Hey guys, welcome back. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എക്സ്പോഷർ കോമ്പൻസേഷൻ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എക്സ്പോഷർ കോമ്പൻസേഷനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് മീറ്ററിംഗ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്ററിംഗ് മോഡ്സ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ അപ്പർച്ചർ പ്രയോറിറ്റി മോഡ് എന്താണ്, ഷട്ടർ പ്രയോറിറ്റി മോഡ് എന്താണ് എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതിനുള്ള ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതറിയില്ലെങ്കിൽ അത് കണ്ടിട്ട് തിരിച്ചു വരിക. എക്സ്പോഷർ കോമ്പൻസേഷൻ ആ പേരിലുള്ളതുപോലെ തന്നെ എക്സ്പോഷർ കോമ്പൻസേറ്റ് ചെയ്യുക എന്നതാണ് എക്സ്പോഷർ കോമ്പൻസേഷനെ കൊണ്ട് നമുക്ക് കിട്ടുന്ന യൂസ്. പക്ഷേ എന്തിൽ നിന്നാണ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്? ഒരു കൃത്യമായ സ്റ്റാൻഡേർഡിൽ നിന്ന് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നതിനാണല്ലോ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ക്യാമറ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്പോഷർ വാല്യൂ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് പോയിൻ്റ് ക്യാമറ സെലക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് എക്സ്പോഷർ കോമ്പൻസേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫോട്ടോ എടുക്കുമ്പോൾ എക്സ്പോഷർ ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ക്യാമറ എപ്പോഴൊക്കെയാണ് എക്സ്പോഷർ സെറ്റ് ചെയ്യുന്നത്? ഒന്ന് ഷട്ടർ പ്രയോറിറ്റി മോഡ് ഇടുമ്പോൾ, അല്ലെങ്കിൽ അപ്പർച്ചർ പ്രയോറിറ്റി മോഡ് ഇടുമ്പോൾ, അല്ലെങ്കിൽ ഫുൾ ഓട്ടോയിൽ ഇടുമ്പോൾ. ഈ 3 സിറ്റുവേഷനിലാണ് ക്യാമറ നമ്മുടെ എക്സ്പോഷർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് എക്സ്പോഷർ കോമ്പൻസേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അപ്പർച്ചർ പ്രയോറിറ്റി മോഡിൽ ഇടുകയാണെങ്കിൽ അപ്പർച്ചർ നമ്മൾ സെലക്ട് ചെയ്യും, ബാക്കിയെല്ലാം ക്യാമറയാണ് സെലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെട്രിക്സ് മീറ്ററിംഗ് മോഡിലിട്ടിട്ട് അപ്പർച്ചർ പ്രയോറിറ്റി മോഡിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ക്യാമറ അപ്പർച്ചർ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചത് അവിടെ ഫിക്സ് ആക്കി വെച്ചിട്ട് ഷട്ടർ സ്പീഡോ അല്ലെങ്കിൽ ISO മാറ്റി, ISO ഓട്ടോയിലാണെങ്കിൽ ISO മാറ്റി ഫോട്ടോയുടെ എക്സ്പോഷർ വാല്യൂ ആ മെട്രിക്സ് മീറ്ററിങ്ങിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ചില സിറ്റുവേഷനുകളിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മഞ്ഞുള്ള സ്ഥലം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്രൈറ്റ് ആയിരിക്കുന്ന സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, അതായത് ഇപ്പോൾ ഒരാളെ ഫോട്ടോ എടുക്കുകയാണ് പക്ഷേ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് വൈറ്റാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മെട്രിക്സ് മോഡിലിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറ മൊത്തം ഏരിയയിലുള്ള ലൈറ്റ് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ആ ആൾ ഇരുണ്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്രൈറ്റാണ്. അപ്പോൾ ക്യാമറ അതിനു വേണ്ടി എക്സ്പോസ് ചെയ്യും. ഈ സിറ്റുവേഷനിൽ നമ്മുടെ സബ്ജക്റ്റ് അണ്ടർ എക്സ്പോസ്ഡ് ആണ്. നമ്മുടെ സബ്ജക്റ്റിൻ്റെ മുഖം ഇരുണ്ടിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ക്യാമറയോട് പറയുകയാണ് നമ്മുടെ സബ്ജക്റ്റ് ഇരുണ്ടുപോയി, കുറച്ചുകൂടെ ലൈറ്റ് വേണമെന്ന്. അപ്പോൾ നമ്മൾ എക്സ്പോഷർ കോമ്പൻസേഷനിൽ ഒരു 2 സ്റ്റോപ്പ് ലൈറ്റാണ് വേണമെങ്കിൽ +2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഓട്ടോമാറ്റിക്കലി 2 സ്റ്റോപ്പ് ലൈറ്റ് കൂട്ടും. അത് കൂട്ടാൻ വേണ്ടി ഒന്നുകിൽ ISO മാറ്റും, ISO ഓട്ടോയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് എന്താണെന്നും ഇതിൻ്റെ ബേസിക്സ് എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്കിനി കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കി മനസ്സിലാക്കാം. അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് കാര്യം എല്ലാവർക്കും പിടികിട്ടും. ഇപ്പോൾ അപ്പർച്ചർ പ്രയോറിറ്റി മോഡിലാണ് ഇട്ടിരിക്കുന്നത്. അവിടെ A എന്നുള്ള സിമ്പിൾ കാണാം. 2.5 ആണ് അപ്പർച്ചർ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ക്യാമറ തന്നെയാണ് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കൈ മുമ്പ് കൊണ്ടുപോകുമ്പോൾ അത് വ്യത്യാസം വരുന്നത് കാണാം. ISO ഇപ്പോൾ 640 ഫിക്സഡ് ആക്കി വെച്ചിരിക്കുകയാണ്, ഓട്ടോയിലല്ല ഉള്ളത്. മെട്രിക്സ് മീറ്ററിംഗ് മോഡിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എക്സ്പോഷർ കോമ്പൻസേഷൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഇപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സബ്ജക്റ്റ്, അതായത് ഈ ഓസ്മോ ആക്ഷൻ ഇത്തിരി ഡാർക്കാണ്. ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് ഞാൻ ഉദ്ദേശിച്ച ബ്രൈറ്റ്നസ് അല്ല, അല്ലെങ്കിൽ എക്സ്പോഷർ അല്ല ആ ഫോട്ടോയ്ക്ക് ഉള്ളത്. ഈ സിറ്റുവേഷനിൽ സബ്ജക്റ്റ് ഇരുണ്ട് പോയതുകൊണ്ട് തന്നെ ക്യാമറയോട് എനിക്ക് പറയണം ലൈറ്റ് കുറഞ്ഞു പോയി, കുറച്ച് കൂട്ടണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ക്യാമറയിൽ എക്സ്പോഷർ കോമ്പൻസേഷൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഈ ഡയൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവിൽ അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റോപ്പ് ലൈറ്റ് കോമ്പൻസേറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഇമേജ് കാണുമ്പോൾ തന്നെ അറിയാം, നേരത്തെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ സബ്ജക്റ്റ് ഞാൻ ഉദ്ദേശിച്ച അതേ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ എക്സ്പോഷർ വാല്യൂയിലാണ് ഉള്ളത്. ഇതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മുടെ സബ്ജക്റ്റ് ചിലപ്പം ഓവർ എക്സ്പോസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എക്സ്പോഷർ കോമ്പൻസേഷൻ നെഗറ്റീവിലേക്ക് ഇട്ട് ഫോട്ടോ എടുത്താൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എക്സ്പോഷർ കോമ്പൻസേഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ മാനുവൽ മോഡിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം എക്സ്പോഷറൊക്കെ നമ്മളാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ആ മീറ്റർ നോക്കി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മാനുവൽ മോഡിലും ഇത് യൂസ് ചെയ്യാം, പക്ഷേ ക്യാമറയുടെ സെറ്റിങ്സിൽ ഒരു വ്യത്യാസവും വരില്ല. നമുക്ക് മീറ്ററിൽ കാണിക്കുന്ന വാല്യൂകളിൽ മാത്രമേ ഡിഫറൻസ് വരികയുള്ളൂ. അതായത് നമ്മൾ എക്സ്പോഷർ കോമ്പൻസേഷനിൽ ഒരു 2 സ്റ്റോപ്പ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ +2ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ മീറ്ററിങ് ചെയ്യുമ്പോൾ ആ +2 കൂടെ നമ്മൾ കണക്കാക്കിയിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. അത് നമ്മളെ മീറ്ററിൽ 0 ആക്കി വെച്ചാലും ആ +2 അവിടെ ഉണ്ടാവും. അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എക്സ്പോഷർ കോമ്പൻസേഷൻ എന്തായെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സീ യു നെക്സ്റ്റ് ടൈം.